രാത്രി നഗരത്തിന്റെ വിളക്കുകൾ പോലും അസാധാരണമായി ഡെവിക്ക് തോന്നി. ചുറ്റും ശൂന്യമായിരുന്നു. ഡെവിയുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. കാർ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഡെവിയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓരോന്നായി കടന്നു വന്നു. വർഷങ്ങൾക്ക് ശേഷം അഗ്നിയെ നേർക്കുനേരെ കാണാൻ പോകുകയാണ് അവൻ സ്വയം പറഞ്ഞു. കണ്ടതായിരുന്നു അന്ന് ആ മാളി വെച്ച്. പിന്നെ ഇതുവരെ അവനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അവന്റെ പ്രതികരണം ഓർക്കവേ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഡെവിക്ക് അറിയുമായിരുന്നില്ല. സ്റ്റിയറിംഗിലെ പിടി ഒന്നുകൂടി മുറുകി. അഗ്നി, നീ ഒറ്റയ്ക്കല്ലടാ. ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് നടന്നില്ലേ? ഇനി നിന്നെ തനിച്ചു വിടാൻ ഞങ്ങൾക്ക് പറ്റില്ലടാ. ശ്രീകൊച്ചിന്റെ അപകടത്തിന് ശേഷം നിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നിന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അന്ന് എനിക്ക് ജയയുടെ കൂടെ നിൽക്കേണ്ടി വന്നു. അന്ന് അവന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ നിൽക്കേണ്ടത്. ഇനി എൻ്റെ ആവശ്യം കൂടുതലും നിനക്ക് തന്നെയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് അഗ്നിയെ ജയെ ഒന്നാക്കണം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവർ ഇങ്ങനെ അകന്നിരുന്നാൽ ജിത്തുവിനെ നശിപ്പിക്കുന്നത് എളുപ്പമല്ല. ജിത്തു നിസാരക്കാരനല്ല. ഓരോന്നാലോചിച്ചുകൊണ്ട് അവന്റെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡെവിയുടെ ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചു. സ്ക്രീനിൽ പൊന്നു എന്ന പേര് തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല പൊന്നൂട്ടാ. നിനക്ക് ദേഷ്യം തോന്നും, അറിയാം. പക്ഷെ എന്റെ സാഹചര്യം അറിഞ്ഞാൽ എന്റെ പൊന്നൂട്ടന്റെ പിണക്കമൊക്കെ മാറും. അത് ഇച്ചയ്ക്ക് ഉറപ്പാ. ജയ റൂമിലേക്ക് വരുമ്പോഴേക്കും ഭദ്ര നല്ല ഉറക്കമായിരുന്നു. വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ഹെഡ് ബോർഡ് ചാരിയിരുന്ന് അവളെ നോക്കിയവൻ. എന്റെ പെണ്ണ്. ഡെവി ശ്രീജിത്തിനെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴുകിക്കൊണ്ടിരുന്നു. ഡെവി പറഞ്ഞത് കൂടാതെ അതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കറിയാം. ജയ് സ്വയം പറഞ്ഞു. എന്റെ പെണ്ണിന് നേരെ ആ പന്നമോന്റെ മോഹം അറിഞ്ഞപ്പോൾ അവളെ നശിപ്പിക്കാൻ നോക്കിയപ്പോഴേ അന്നേ അവനെ തീർക്കാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കറിയാനുണ്ട്. മാത്രമല്ല നിനക്ക് വേണ്ടി കൂടിയായിരുന്നു പെണ്ണെ. നീ നിന്റെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചു നിനക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നീ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുടുംബത്തിന്റെ കരുതൽ, സ്നേഹം, എല്ലാം നീ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കിന്ന് എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. പക്ഷെ വേണ്ട പൊന്ന, ശ്രീജിത്തിനെ നമുക്ക് വേണ്ട. നീ അവനെ മറന്നേക്ക്. അങ്ങനെ ഒരു സഹോദരൻ എൻ്റെ കുഞ്ഞിന് വേണ്ട. ആരുമോളുടെ കാര്യം കൂടി ആയപ്പോൾ ഞാൻ അതങ്ങ് ഉറപ്പിച്ചതാ. അവൻ എന്താണെന്ന് ആദ്യം നിന്റെ കുടുംബം അറിയണം. അതിനുശേഷം വിധി നിർണയിക്കണം. പക്ഷെ കൂടെ അഗ്നി ഉണ്ടായിരിക്കണം. എൻ്റെ പെണ്ണിന്റെ സഹോദരൻ എന്ന ഒരു പരിഗണന നിനക്ക് ഞാൻ തരില്ല ശ്രീജിത്ത്. അതുപോലെ ഇത് അഗ്നിയുടെ മാത്രം പ്രതികാരമല്ല, എൻ്റേത് കൂടിയാണ്. അന്നേ നിന്നെ എനിക്ക് കൊല്ലാൻ പറ്റുമായിരുന്നു ശ്രീജിത്ത്. പക്ഷെ നിനക്കെതിരെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കറിയാനുണ്ട്. വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങുന്നതിനേക്കാൾ ഉപരി നിനക്ക് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടോ എന്നും നിന്റെ ബാംഗ്ലൂർ ബിസിനസ് എന്താണെന്നും എനിക്ക് തെളിയിക്കാനുണ്ട് മോനെ ജിത്തു. അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് അറിയണം. നിന്നെ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാൻ അറിയാത്തോണ്ടല്ല മോനെ. വേദന അറിഞ്ഞ് നീ ചാകണം. നീ ഇല്ലാതാക്കിയ പെൺകുട്ടികൾ അനുഭവിച്ച വേദന നീ അറിയണം. നീ കടത്തിക്കൊണ്ട് പോയ പെൺകുട്ടികൾ അനുഭവിച്ച വേദന നീ അറിയണം. നിന്റെ കൂടെ നിന്നവർ ആരായാലും മോനെ വെറുതെ വിടില്ല. ബാംഗ്ലൂരിലെ നിന്റെ ബിസിനസ് ലോകം അറിയണം. പെട്ടുപോയ പെൺകുട്ടികളെ രക്ഷിക്കണം. അതുവരെ നീ ജീവനോടെ തന്നെ വേണം. നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഈ ആഞ്ചനെ ഒരു വരവ് വരുന്നുണ്ട്. ജയ് ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. ആ കുഞ്ഞിക്കണ്ണുകൾ പകയാൽ തിളങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവപ്പ് പടർന്നു. തനി അസുരനായി മാറിയിരുന്നു ആ നിമിഷം. ചിന്തകൾക്ക് വിരാമമിട്ട് അവൻ ഭദ്രയൊന്ന് നോക്കി. ശാന്തമായി ഉറക്കമായിരുന്നു പെണ്ണ്. ജയയുടെ മനസ്സ് വല്ലാതെ കലുഷിതമായി. പ്ലീസ്, ഞാൻ പൊക്കോളാം, എന്നൊന്നും ചെയ്യല്ലേ. അവൾ പിറുപിറുത്തു. ജയ് സംശയത്തോടെ മുഖം താഴ്ത്തി അവളെ നോക്കി. ഞാൻ ഒന്നിനും വരില്ല, പ്ലീസ്. ജയ് അവളോട് അടുത്തേക്ക് ചെവി ചേർത്ത് പിടിച്ചു. ഞാൻ പൊക്കോളാം, എന്നൊന്നും ചെയ്യല്ല ചേച്ചി. അച്ചേട്ടാ. ഒരു നിലവിളിയോടെ അവൾ ഞെട്ടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. തല പൊട്ടും പോലെ വേദന തോന്നി അവൾക്ക്. നന്നായി പേടിച്ചതിന്റെ ഫലമായി അവളുടെ മുഖത്താകമാനം വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കുഞ്ഞുടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാ, ഡാ, പേടിക്കണ്ട കേട്ടോ. നിന്റെ അച്ചേട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് കുഞ്ഞാ. അവൻ അവളുടെ പുറം തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് പേടിയാകും ഏട്ടാ. എനിക്ക് തലവേദനിക്കുന്നു. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോൾ ആരും ഒന്നും ചെയ്യില്ല.
ഞാനല്ലേ പറയുന്നത്, നിനക്കെന്നെ വിശ്വാസമല്ലേടാ? എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ജയ് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് ഓക്കെ ആയതും, കുഴപ്പമില്ല ഏട്ടാ, ഇതിങ്ങനെ വരുന്നതാ. ആ ഷെൽഫിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിച്ചാൽ മതി, അവൾ പറഞ്ഞു. അവൻ അവളുടെ അവസ്ഥ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊടുത്തു. ജയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ഇനി ഇത് തുടരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ജെറിയെ കാണണം. ഡോക്ടർ ജെറി മാത്യു ഡെവിയുടെ ഒരകന്ന കസിനായി വരും. ഒരു ന്യൂറോ സർജൻ ആണ്. അവളുടെ അവസ്ഥ കണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹേയ് ഏട്ടാ, അവന്റെ കൈയാൽ ചേർത്ത് പിടിച്ചു. ഏട്ടാ, അതുണ്ടല്ലോ, എനിക്കിങ്ങനെ വരാറുള്ളതാ, പേടിക്കേണ്ട കാര്യമില്ല. ഏട്ടൻ ടെൻഷൻ അടിക്കാതെ. അവന്റെ വേദന കാണെ ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അതിനൊരു വിളറിയ പുഞ്ചിരി നൽകിയവൻ. മോള് കിടന്നോ? അവളെ കട്ടിലേക്ക് എടുത്തിക്കൊണ്ട് പതുക്കെ അവളുടെ നെറ്റിയിൽ മസാജ് ചെയ്ത് കൊടുത്തു അവൻ. അതിനിടയിലും അവന്റെ ചുണ്ടുകൾ പലപ്പോഴായി ചുംബനമായി നെറ്റിയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിയതും അവളുടെ പഴയ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അവൾ ആരെയോ ഭയക്കുന്നുണ്ട്. അതാരായിരിക്കും? അന്ന് ആ കോളേജ് കാലഘട്ടത്തിൽ എന്തോ നടന്നിട്ടുണ്ട്. ഫദ്രെ ആരോ ഭീഷണിപ്പെടുത്തിയ പോലെ തോന്നുന്നത് എന്തുകൊണ്ട്? അന്ന് ആക്സിഡന്റിന് ശേഷം എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാതെ ഇരുന്നത് തെറ്റായി പോയ പോലെ. ജയ് നെറ്റിത്തടം അമർത്തി ഒന്ന് തടവി. ഇതിൽ ആരോ നല്ല പോലെ കളിച്ചിട്ടുണ്ട്. ആരായാലും ഈ ആഞ്ചനെ വെറുതെ വിടില്ല. എന്റെ പെണ്ണിന് അന്നങ്ങനെ ഉണ്ടാകാൻ കാരണക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരായാലും ഇതുവരെ വെളിച്ചത്തെത്തിയിട്ടില്ല. ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. ഒരു നിയമത്തിനും കൊടുക്കാതെ തീർത്തിരിക്കും. അത് സ്വന്തം കൂട്ടുകാരാണെങ്കിൽ പോലും. ജയിൽ ക്രൂരത നിറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് അവൻ എപ്പോഴും ഉറങ്ങിപ്പോയി. യദു അപ്പോഴും കരയുകയായിരുന്നു. എന്റെ പെണ്ണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടാ. അവൻ അഗ്നിയുടെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ സമയത്ത് അവൻ ആരോടാണ് പറയുന്നതെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. തന്റെ വേദനകൾ പറഞ്ഞു തീർക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ യദു അഗ്നിയിൽ നിന്ന് അകന്നു മാറി അവനെ പകപ്പോടെ നോക്കി. ഐ നോ യാദു, എനിക്ക് വേണ്ടി ആരാധ്യ ആലോചിച്ചപ്പോൾ പോലും നീ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയും എന്ന് കരുതി. പക്ഷെ നീ ചെയ്തില്ല. ഏട്ടാ, യദു പകപ്പോട് അഗ്നിയെ വിളിച്ചു. നീ എന്താ യാദു കരുതിയത്? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണോ? അവിടെ നിനക്ക് തെറ്റി. നിന്റെ ഓരോ ചലനവും എനിക്ക് മനസ്സിലാകും. നീ എന്റെ കൂടെയല്ലേ എപ്പോഴും. പിന്നെ ഞാൻ മനസ്സിലാകാതെ ഇരിക്കുവോടാ? അഗ്നി യദുവിനോട് ചോദിക്കുമ്പോൾ അവൻ ഉത്തരമുണ്ടായിരുന്നില്ല. യദുവിനോട് ഒരുപാട് സ്നേഹം തോന്നുമ്പോൾ അഗ്നി അങ്ങനെയാണ് അവനെ വിളിക്കുന്നത്. അത് അവൻ മാത്രം വിളിക്കാറുള്ളൂ. അഗ്നിയോട് യാദു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു യാദു എന്നോടെങ്കിലും നീ എല്ലാം തുറന്നു പറയുമെന്ന്. പക്ഷേ അഗ്നി പുറത്തേക്ക് നോക്കി പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. തന്റെ സ്പെക്സിനാൽ അവ മറച്ചു. അഗ്നി നല്ലവനല്ല, നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ ഫീലിങ്സ് മനസ്സിലാകാതിരിക്കാൻ മാത്രം ഞാൻ ദുഷ്ടനൊന്നും അല്ലടാ. ഏട്ടാ, എന്നോടെങ്കിലും നീ തുറന്നു പറയും എന്ന് ഞാൻ. ഏട്ടാ, ഏത് കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞുപോയി. ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കരുതിയതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ. അവൻ പറയാതെ നിർത്തി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഏതോ ഒന്ന് ഓക്കെ ആയതും അഗ്നിയുടെ കാർ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. അഗ്നിയുടെ കാർ ഒരു ഇരുമ്പലോടെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറി. യദു പതിവിലും ശാന്തമായി നിർവികാരമായി ഇരിക്കുകയായിരുന്നു. യാദു, അഗ്നിയുടെ വിളിയാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഇറങ്ങ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. യദു നിർവികാരമായി കാറിൽ നിന്നിറങ്ങി അഗ്നിയെ നോക്കി. ഒന്നുമില്ലടാ, നീ വാ. യദുവിനെ ചേർത്ത് പിടിച്ച് അഗ്നി മുന്നോട്ട് നടന്നു. ഒരു പാവ കണക്കെ യദു അവന്റെ കൂടെ നടന്നു. അഗ്നിയുടെ ബലമായ തോളുകൾ അവന് താങ്ങായി. അഗ്നിക്ക് റിസപ്ഷനിലേക്ക് പോകേണ്ടി വന്നില്ല. നേരെ ഐസിയുലേക്കാണ് അവർ നടന്നത്. നേരത്തെ കാര്യങ്ങൾ അറിയാവുന്നതിനാൽ അഗ്നി നേരെ ഐസിയുലേക്കാണ് പോയത്. ഐസിയുലേക്ക് തിരക്കിട്ട് നടക്കുമ്പോഴും എതിരെ വന്നവരെ അഗ്നി ശ്രദ്ധിച്ചിരുന്നില്ല. ആരുവിനെ ഹോസ്പിറ്റലിലാക്കി ജിത്തുവും ടീമും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അഗ്നിയെ വലിയ പരിചയമില്ലാത്തതിനാൽ ജിത്തുവും ശ്രദ്ധിച്ചില്ല. അഗ്നി നേരെ ഡോക്ടറുടെ അടുത്തേക്കാണ് പോയത്. കൂടെ നിർവികാരമായി യാദുവും. പുറത്തേക്ക് വന്ന ജിത്തുവിൽ ഒരു തരം പുച്ഛമായിരുന്നു. ആ പന്ന മോളെ അങ്ങ് ബാംഗ്ലൂരിൽ എത്തിച്ചാൽ മതിയായിരുന്നു. നീ അതുകൊണ്ട് നശിപ്പിച്ചല്ലോ ജിത്തു, അഗി ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പൊ തന്നെ ആ മറ്റവൾക്ക് നമ്മൾ വില പറഞ്ഞു വെച്ചിരിക്കുക. ശ്രീഭദ്ര. ആരോമൽ കൂടി അഗയ്ക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ ജിത്തിൽ ഒരു തരം പുച്ഛം മാത്രം നിറഞ്ഞു നിന്നു.
നാളെ തന്നെ ആ ആഞ്ജനെ വിളിക്കണം. ഇനി ആഞ്ജനെ വിചാരിച്ചാൽ മാത്രമേ അവരെ തമ്മിൽ അകറ്റാൻ പറ്റൂ. ജിത്ത്, തൽക്കാലം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂർ പോകുന്നതാണ് സേഫ്, അഖി പറഞ്ഞു. പറഞ്ഞു കേട്ടിടത്തോളം അഗ്നി അത്ര നല്ലവനല്ല. അതുപോലെ ബിസിനസ്സിൽ ചെകുത്താനാണ് അവനെന്നാ പറഞ്ഞു കേൾവി. അവനെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവൻ അത്ര അപകടകാരിയാണ്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇന്ന് തന്നെ നമുക്ക് പോണം. അതുപോലെ ആഞ്ജനെ വിളിക്കണം. ജിത്ത് കണക്ക് കൂട്ടലുകളോടെ കാറിനടുത്തേക്ക് നടന്നു. രാവിലെ പതിവിലെ നേരത്തെയാണ് ജയ് ഉണർന്നത്. ആരുവിന്റെ ഭദ്രയുടെയും കാര്യങ്ങൾ ഓർക്കവേ ജയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഭദ്രയെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ അവളുടെ ഒരു കാൽ അവന്റെ ദേഹത്തായിരുന്നു. മുഖം അവന്റെ നെഞ്ചിൽ അമർത്തിയാണ് അവളുടെ കിടപ്പ്. കഴിഞ്ഞില്ല. ജയുടെ കൈ അവളിൽ നിന്ന് മാറിയ നിമിഷം തന്നെ അവന്റെ കൈ അവളുടെ നഗ്നമായ ഇടുപ്പിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു പെണ്ണ്. ജയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ദൈവമേ, അവൻ പറഞ്ഞുകൊണ്ട് തല കുനിച്ച് അവളെ ഒന്ന് നോക്കി. ഇല്ല, നല്ല ഉറക്കമാണ് പെണ്ണ്. അവനിൽ കള്ളച്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവളുടെ ഇടുപ്പിലേക്ക് നോക്കി. അവിടെ അവനെ ഏറെ മോഹിപ്പിക്കുന്ന, ഒരിക്കലും ചുംബിച്ചാലും മതി വരാത്ത ആ മറുക് അവനു മുന്നിൽ ദൃശ്യമായി.